ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പം നമുക്കിന്നൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അതിനായി ഫ്രണ്ട്സ്, ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ, അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, അല്പം സോൾട്ട് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അല്പം നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്തെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വയറ്റി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് 250 ഗ്രാം സ്ലൈസ് ഒനിയൻ ചേർത്ത് വയറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അല്പം കസ്തൂരി മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കണം. ആ കസ്തൂരി മേത്തി ലീവ്സും ചേർത്തതിന് ശേഷം ആ ഓയിലിൽ കിടന്ന് അല്പം ഒന്ന് മൂത്ത് അതിൻ്റെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കിലോ സ്ലൈസ് ടൊമാറ്റോ ചേർത്ത് വയറ്റിയെടുക്കുന്നുണ്ട്. അത് ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം കൊറിയാണ്ടർ ലീവ്സ് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഞാനത് ഒരു 10 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ആ 10 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം ഞാനത് എടുത്ത് അരച്ച് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഞാൻ ഈ അരച്ചു വെച്ച ഗ്രേവി അതിലേക്ക് ചേർക്കുന്നു. ഈ ഗ്രേവി നല്ല തിക്നെസ് ആയതിനാൽ അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ആ സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 250 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. ഒരു 100 ml ക്രീം ചേർക്കുന്നുണ്ട്. ബട്ടർ ചിക്കൻ്റെ പ്രത്യേകത അതിലേക്ക് ഹണി ചേർക്കണം. അപ്പം ഞാൻ അല്പം ഹണി ചേർക്കുന്നു. ഒരുപാട് സ്വീറ്റ്നെസ് ആകാൻ പാടില്ല. അപ്പോൾ ഹണിയും ചേർത്ത് കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ സെർവിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അപ്പമാണ് ബട്ടർ ചിക്കൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പം വിത്ത് ബട്ടർ ചിക്കൻ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഈ ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച്.